എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെച്ചാൽ RCMന്റെ ജോയിനിങ്. പല ആളുകളും ഒരു വർഷം 2 വർഷമൊക്കെ RCMൽ വർക്ക് ചെയ്യുന്നുണ്ട്, വളരെ നല്ല അച്ചീവ്മെൻറ്റ് ഒക്കെ നേടുന്ന ആളുകളാണ്. പക്ഷേ ജോയിനിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന തരത്തിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് തന്നെ സിമ്പിളായിട്ട് ജോയിനിങ് പ്രൂഫ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ജോയിനിങ് കൊടുക്കാവുന്നേ ഉള്ളൂ. മറ്റുള്ള ആളുകളെ ആശ്രയിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജോയിനിങ് കൊടുക്കുന്നത് ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഈ വീഡിയോ വളരെ ഉപകാരപ്രദം RCM ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ ടീമിലുള്ള ആളുകൾക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് നമുക്ക് ജോയിനിങ് കൊടുക്കാവുന്നതാണ്. ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജോയിനിങ് ചെയ്യുന്ന ആളെ പ്രൂഫ്, എന്തെങ്കിലും ആധാർ കാർഡോ അല്ലെങ്കിൽ ഐഡൻറ്റി കാർഡോ അങ്ങനെന്തെങ്കിലും പ്രൂഫ് പ്രൂഫിൻ്റെ 2 സൈഡും നമ്മൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്തിട്ട് ക്രോപ്പ് ചെയ്തിട്ട് ഗാലറിയിൽ സേവ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അതുപോലെ തന്നെ ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് അതിൻ്റെ ഒരു ഫോട്ടോയും വേണം. പിന്നെ ഒരു നോമിനി വേണം, നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്തും നോമിനി അഡ്രസ്സും. ഇത് നമ്മൾ ആദ്യം തയ്യാറാക്കി വെക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ നമ്മുടെ RCM ബിസിനസ് ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഈ 3 ലൈന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും EKYC ആപ്ലിക്കേഷൻ ഫോർ ന്യൂ DS. ഇത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ശേഷം ഇവിടെ സ്പോൺസർ നമ്പർ നമ്മൾ ലാസ്റ്റ് ആരാണോ ഏത് ആളാണോ നമ്മൾ കൊടുത്തത് അവരുടെ ഏത് ലെഗിലാണോ നമ്മൾ നോക്കുക, ആ ലെഗിൽ ലാസ്റ്റ് ആരെ കൊടുത്തു വെച്ചാൽ അവരെ നമ്പർ വരെ ടൈപ്പ് ചെയ്യാം. നമുക്കിഷ്ടമുള്ള ഏത് ആളെ താഴത്താണോ നമ്മൾ ഈ ജോയിനിങ് കൊടുക്കേണ്ടത് വെച്ചാൽ അവരുടെ സ്പോൺസർ നമ്പർ, അവരുടെ നമ്പർ, അവരുടെ ID നമ്പർ നമ്മളിവിടെ ഇവിടെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഒരു പ്രൊപ്പോസൽ നമ്പർ നമ്മൾ ആരാണോ ഈ ജോയിനിങ്ങിലേക്ക് കൊണ്ടുവന്നത് അവരെ പ്രൊപ്പോസൽ നമ്പർ, അവരെ ID നമ്പർ അടിച്ചാൽ മതി. അവരെ DS നമ്പർ, ഡയറക്റ്റ് സെല്ലർ ID അടിക്കാം. അതിനുശേഷം മെയിലോ ഫീമെയിലോ സെലക്ട് ചെയ്യുക, മാരീഡ് ആണോ അൺമാരീഡ് ആണോ അത് സെലക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ആപ്ലിക്കൻ്റ് നെയിം ഇങ്ങനെയുള്ള, പിന്നെ അതുപോലെ തന്നെ അറ്റാച്ച് ആപ്ലിക്കൻ്റ് ഫോട്ടോ, ഇവിടെ നമ്മൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫാദർ നെയിം, വൈഫ് നെയിം, ആപ്ലിക്കൻ്റ് ഡേറ്റ് ഓഫ് ബർത്ത്, നോമിനി നെയിം അടിക്കുക, നോമിനി ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ ആ പ്രൂഫിൽ എന്തൊക്കെയാണോ ID പ്രൂഫിൽ എന്താണോ കൊടുത്തത്, ആധാർ കാർഡിലാണെങ്കിൽ ആധാർ കാർഡ് അതിലെന്താണോ കൊടുത്തത് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഫില്ല് ചെയ്തിട്ട് പിന്നെ ID പ്രൂഫ് ടൈപ്പ്. ഇവിടെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഫ്രണ്ട് പേജ് അതുപോലെ തന്നെ ബാക്ക് പേജ് ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഡ്രൈവിംഗ് ലൈസൻസിലും അധികം ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടായിരിക്കും അഡ്രസ്സ് അതിലുണ്ടായിരിക്കും. അതുകൊണ്ട് രണ്ടും ID പ്രൂഫ് നമുക്ക് ഫ്രണ്ട് പേജ് തന്നെ രണ്ടിലും സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ID പ്രൂഫ് ആണെങ്കിലും അഡ്രസ് പ്രൂഫിലും ഫ്രണ്ട് പേജ് കൊടുത്താൽ. പിന്നെ ബാങ്ക് നെയിം, ബാങ്ക് ബ്രാഞ്ച്, സ്റ്റേറ്റ്, ബ്രാഞ്ച് നെയിം, അക്കൗണ്ട് നമ്പർ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യണം, തെറ്റാൻ പാടില്ല. പിന്നെ പാൻ നമ്പർ ഉള്ളവർ അതിൽ കൊടുക്കുന്നതായിരിക്കും നന്നാവുക. അല്ലാത്തവരാണെങ്കിൽ പാൻ നമ്പർ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വെബ്സൈറ്റ് ത്രൂ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ പാസ്വേഡ് നമ്മളിവിടെ 2 തവണ കൊടുക്കുക, ഒരേ പാസ്വേഡ് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്വസ്റ്റ്യൻ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഫേവറേറ്റ് ഫുഡ് എന്ന് സെലക്ട് ചെയ്തു. ഫുഡിന് നമുക്ക് ഡോസാന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആൻസർ കൊടുക്കുക. അതുപോലെ തന്നെ ഇത് നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ആക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ടെർമിനേറ്റ് ആയിട്ടുള്ള ഐഡികൾ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ID നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇത് നോന്ന് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റിൽ കണ്ടിന്യൂ കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മൾ ആരാണോ ഏത് ഒരു ജോയിനിങ് ആണോ നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ ഡയറക്റ്റ് സെല്ലേഴ്സിന് ആ ഒരു അവരുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇതിൽ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കൊരു റെഫറൻസ് നമ്പറാണ് കിട്ടുക. ആ നമ്പർ ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യിപ്പിക്കാം. ഏകദേശം 2000 രൂപയുടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക്
ഇവരുടെ അണ്ടറിൽ നമുക്ക് മറ്റുള്ള ഒരു ജോയിനിങ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ 2000 രൂപയുടെ പർച്ചേസിങ് ചെയ്യിപ്പിക്കുക. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഒരു ID നമ്പർ, വേറൊരു സെപ്പറേറ്റഡ് ID നമ്പർ, നമുക്ക് ഒരു പേഴ്സണൽ ID നമ്പർ നമുക്ക് തരും. അതായിരിക്കും നമ്മുടെ ലൈഫ് ടൈം ID. ഫസ്റ്റ് നമുക്കൊരു റെഫറൻസ് നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പെട്ടെന്നൊക്കെ പർച്ചേസ് ചെയ്യാണ്ട ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ആ ID നമ്പർ, ആ ഒരു റെഫറൻസ് നമ്പർ വെച്ചിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. ഗുഡ് ബൈ.